ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനൊരു വേദിയിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. നേരത്തെ നമ്മളോട് സംസാരിച്ച ഇബ്രാഹിം ഹാജിയുടെ മുന്നിലൊക്കെ ഇങ്ങനൊരു സംസാരത്തിന് നിൽക്കാൻ യോഗ്യനാണോ എന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് വിശിഷ്ടരായിട്ടുള്ള ആളുകളും മൈ സ്റ്റോറിയിലേക്ക് കഥ പറയാൻ വേണ്ടിയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാനായിരിക്കും. പക്ഷെ എന്നാലും ഈ ഒരു സെഗ്മെൻറ്റിൽ കുറച്ച് കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മൈ സ്റ്റോറി എന്ന ഈ സെഗ്മെൻറ്റിൽ 2005 ഒക്ടോബർ 10 ഞാൻ എൻ്റെ മൈ സ്റ്റോറി ആരംഭിക്കുന്നത്. എൻ്റെ പേര് സബീർ ഇബ്രാഹിം എന്നാണ്. എൻ്റെ സ്വദേശം വരുന്നത് കൊടുങ്ങല്ലൂരടുത്ത് കയ്പമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനൊരു സാധാരണക്കാരൻ്റെ മകനായിട്ട് ജനിച്ച് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും അതിൻ്റെ താഴെ നിന്നും പറയാം സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ എൻ്റെ സെക്കൻഡ് ഇയർ ഡിഗ്രി പഠനത്തോടൊപ്പം ഗൾഫ് എന്ന മോഹവുമായിട്ട് കയറിപ്പോയതാണ്. എൻ്റെ കരിയറിൽ സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ആദ്യം കിട്ടിയതൊരു സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷനാണ്. അത് പടച്ചോനെ സ്തുതിക്കുന്നതിനോടൊപ്പം ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും, ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, UAE ഇൻഫ്ലുവൻസറാണ്. എൻ്റെ ഒട്ടുമിക്ക വീഡിയോയിലും ഞാൻ ഇപ്പോഴും ആ ഒരു നന്ദി വാക്ക് ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ സ്വാക്കിൻ്റെ വേദിയിൽ അത് ഇത്രയും ആളുകളുടെ ഇടയിൽ ഒന്നുകൂടിയും പടച്ച തമ്പുരാനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടിയും എനിക്ക് ആദ്യമായിട്ട് ജോലി തന്ന എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ മനസ്സിൽ ഇന്നും എൻ്റെ ബോസായിട്ട് ഞാൻ കാണുന്ന മഹാനായ ശ്രീ MA യൂസഫ് അലി സാറിന് സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ആരംഭിക്കുകയാണ്. ഒരു സെയിൽസ്മാനായി ആരംഭിച്ച സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഈ വേദിയിൽ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കും എന്നുള്ളത്. കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു സെയിൽസ്മാനായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ എനിക്കറിയാം എത്രത്തോളം എൻ്റെ കരിയറിനെ എനിക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയായിരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ നമ്മളുടെ മനസ്സിൽ കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആദ്യമായിട്ടൊരു ഹൈപ്പർ മാർക്കറ്റിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ സമയത്ത് ഈ ഒരു സെയിൽസ്മാനിൽ നിന്ന് എങ്ങനെ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓണറാവാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് ചിന്തിച്ചത്. എൻ്റെ ബാങ്ക് ബാലൻസും എൻ്റെ കുടുംബക്കാരുടെ ബാങ്ക് ബാലൻസൊക്കെ നോക്കുകയാണെങ്കിൽ 0 ആയിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ അടങ്ങാതെ നിന്നിരുന്നൊരു ആഗ്രഹം എങ്ങനെയെങ്കിലും ഒരു ഹൈപ്പർ മാർക്കറ്റ് തുറക്കണം എന്നുള്ളതായിരുന്നു. അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിലും എൻ്റെ മനസ്സിൽ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഓരോ വർഷത്തെ കരിയറിലെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു സെയിൽസ്മാൻ എന്നതിനപ്പുറം എന്തെല്ലാം ആവാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാൻ നാട്ടിൽ കുറച്ചു കാലം കമ്പ്യൂട്ടർ പഠിച്ചിരുന്ന ഒരു അറിവെനിക്കുണ്ടായിരുന്നു. ഞാൻ ലുലുവിൻ്റെ റീജിയണൽ ഓഫീസിൽ അവരുടെ ഡയറക്ടേഴ്സിനെ പോയി കണ്ടിട്ട് എൻ്റെ പ്രൊമോഷന് വേണ്ടി ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തു. പലരും പറയാറുണ്ട് പ്രൊമോഷൻ നമ്മളെ തേടി വരണമെന്ന്. പക്ഷേ നമ്മളെ തേടി വന്നില്ലെങ്കിൽ നമ്മളങ്ങോട്ട് തേടി പോകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾക്ക് അർഹതപ്പെട്ട പ്രൊമോഷനോ അല്ലെങ്കിൽ നമ്മൾക്ക് അർഹതപ്പെട്ട അംഗീകാരങ്ങളോ നമ്മളെ തേടിയെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളായിട്ടും പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ അവിടെ ചെയ്തത്. ആ ഒരു പ്രൊമോഷനോടുകൂടി പിന്നെ ഓരോ വർഷവും എൻ്റെ കരിയറിലെ ചേഞ്ചുകൾ വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കഥ നീട്ടുകയാണെങ്കിൽ ഒരുപാട് സമയം എനിക്കത് പറയേണ്ടി വരും. പക്ഷേ ഈ ഇത്രയും ആളുകൾ സംസാരിക്കാനുള്ള സമയമുള്ളതുകൊണ്ടും എനിക്ക് അനുവദിച്ചിട്ടുള്ള സമയം വളരെ പരിമിതമായതുകൊണ്ടും ഞാൻ എൻ്റെ കഥയുടെ കണ്ടന്റ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ആ ഒരു സെയിൽസ്മാൻ ഇന്ന് ഒരുപാട് ഹൈപ്പർ മാർക്കറ്റുകളും അതുപോലെ തന്നെ പല പല ഹൈപ്പർ മാർക്കറ്റുകളിലെ സ്റ്റാഫുകൾക്കും മാനേജേഴ്സിനും ട്രെയിനിങ് കൊടുക്കുന്ന ഇന്ത്യയിലും GCCയിലും അതുപോലെ ബ്രൂണെ പോലുള്ള സ്ഥലങ്ങളിലും നേപ്പാളിലൊക്കെ ഒരുപാട് ക്ലയൻസുള്ള ആംസെറ്റ് എന്ന് പറയുന്ന റീറ്റെയിൽ ഹൈപ്പർ മാർക്കറ്റിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ചെയ്യുന്ന റീറ്റെയിൽ അക്കാദമിക്ക് തുടക്കം കുറിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഞാൻ ലുലുവിന് പുറമെ നെസ്റ്റോയിലും ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്തു, വേറെ കമ്പനിയിലും വർക്ക് ചെയ്തു, ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അതിന് പല സ്ഥാപനങ്ങളും ഞാൻ മാറി. പല സ്ഥാപനങ്ങളിൽ നിന്നും എനിക്ക് കിട്ടിയിരുന്ന എക്സ്പീരിയൻസ് ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്. നമ്മൾക്ക് എപ്പോഴും വേണ്ടത്
എക്സ്പീരിയൻസും നല്ല നല്ല റിലേഷൻഷിപ്പുമാണ്. നമ്മൾക്കൊരു അറിവുണ്ടെങ്കിൽ ആ ഒരു അറിവും ആ അറിവിനോടൊപ്പം തന്നെ നല്ല ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ സൗഹാർദ്ദങ്ങളുമാണ്. ആ സൗഹാർദ്ദങ്ങളിലൂടെ നാം അറിയാതെ നമ്മളെവിടേക്കെയോ ചെന്നെത്തിപ്പെടും. അൽഹംദുലില്ലാ, എൻ്റെ ഒരു വലിയൊരു ആഗ്രഹത്തിന് ഈ അടുത്തിടെ സഫലമായി. ആംസെറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലത്തൊന്നും എനിക്ക് തോന്നുന്നു അധികം ആരും കൈവെക്കാത്തൊരു മേഖലയാണ് ഹൈപ്പർ മാർക്കറ്റ് റീറ്റെയിൽ അക്കാദമി. ഒരുപാട് കുട്ടികൾക്ക് അതിലൂടെ റീറ്റെയിലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ച്, ഒരുപാട് പേരെ വിദേശത്തേക്ക് ഈ അക്കാദമി വഴി പറഞ്ഞേക്കാനായിട്ട് സാധിച്ച്, ഗൾഫിലെ തന്നെ പല ഹൈപ്പർ മാർക്കറ്റും സൂപ്പർ മാർക്കറ്റുകൾക്കും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കൊടുക്കാനായിട്ട് സാധിച്ച്, ഇന്ന് കേരളത്തിലെ തന്നെ ഒരുപാട് ആളുകൾക്ക് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നമായ തൊഴിലില്ലായ്മയ്ക്ക് ഒരു പരിഹാരം കാണുന്നതിനായിട്ട് ഞാനുമായി സഹകരിക്കുന്ന പല ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇന്ന് അവർക്ക് റീറ്റെയിൽ മേഖലയിൽ ജോലി കണ്ടെത്തുന്നതിന് സഹായിക്കുന്ന ഒരു ആംസെറ്റ് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പിനും രൂപം കൊടുക്കാനായിട്ട് സാധിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞാൻ എൻ്റെ സംസാരം അധികം നീട്ടുന്നില്ല. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് എന്നെ അറിയണമെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് ടോക്സ് എന്ന് പറയുന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾക്ക് എൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, എന്നേക്കാൾ ഒരുപാട് കഴിവുള്ള ഒരുപാട് സ്ഥാപനങ്ങളും ബിസിനസ്സൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുടെ മുന്നിൽ എനിക്കധികം നേരം ഇങ്ങനെ സംസാരിച്ച് നിൽക്കാനുള്ള ഒരു ശക്തിയില്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ ഈ വാക്കുകളിലൂടെ ഉപസംഹരിക്കുകയാണ്. ഞാൻ 2 ദിവസമായിട്ട് സുഖമില്ലാതിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന് എത്തണമെന്നുള്ളത് വലിയൊരു ഇഷ്ടമായിരുന്നു. കാരണം കേരളത്തിൽ ഇങ്ങനൊരു സംവിധാനം പല മേഖലയിൽ, പല സൂപ്പർ മാർക്കറ്റുകൾ, പല പേരുകളിൽ, പല സ്ഥലങ്ങളിലിരിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം ഒത്തൊരുമിച്ച് ഒരു കുടുംബം പോലെ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒത്തുചേരുന്ന ഒരു മഹാസംഗമം, ഒരുപാട് ആളുകൾ പങ്കെടുക്കുക, 5000-ത്തിലധികം ആളുകൾ ഒത്തുചേരുക, അതിലൂടെ ഒരുപാട് ആളുകൾക്ക് പല നേട്ടങ്ങളുണ്ടാവുക, ഇതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. ഇനിയും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ ഇതിൻ്റെ സംഘാടകർക്ക് കഴിയട്ടെ. ഇതിലൂടെ ഒരുപാട് ഇന്നോവേഷൻസ് ഉണ്ടാവട്ടെ, പല ആളുകൾക്കും ഉയർച്ചകൾ ഉണ്ടാവട്ടെ. ഇനിയും ഇദ്ദേഹത്തിനെ പോലുള്ള ആളുകൾ വേദിയിൽ വന്ന് സംസാരിക്കാനും അവരുടെ കഥകൾ കേൾക്കാനും നമ്മൾക്കതൊക്കെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനുള്ള ശക്തിയും കഴിവും സർവശക്തനായ ദൈവം നമുക്ക് നൽകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. താങ്ക് യു വെരി മച്ച്. സബീർ ഇബ്രാഹിം. ബൈ. താങ്ക്സ് എ ലോട്ട്.